ഇന്നത്തെ സ്പെഷ്യൽ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ്. ഇതൊന്ന് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് നീളത്തിലുള്ള ബസ്മതി റൈസ് ഒന്ന് കുതിർക്കാനായി മാറ്റി വയ്ക്കുന്നുണ്ട്. കുതിർത്തെടുത്തിട്ടുള്ള ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യൊന്ന് മെൽറ്റായ ശേഷം ഇതിലേക്ക് 2-3 കഷ്ണം പട്ടയും 2-3 ഏലക്ക, ഗ്രാമ്പു ഇത്രയും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നെയ്യിൽ മൂത്തൊന്ന് മണമൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും നേരത്തെ കഴുകി വെള്ളമൊക്കെ വാർന്നു പോയിട്ടുള്ള അരി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഇട്ട് കൊടുത്ത റൈസ് ഒരു 2-3 മിനിറ്റ് നേരം നെയ്യിലൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വേണം ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് എടുത്ത റൈസിൻ്റെ ഇരട്ടി അളവിലുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടായ ശേഷം ഇത് ഞാൻ അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിനാണ് ഞാനിതിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ചൂട് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. തിളച്ച വെള്ളമൊന്നുമല്ല, ചെറുതായി ചൂടാക്കിയ ശേഷമാണ് ഈ വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് തിള വന്ന ശേഷം ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിലുള്ള ബാക്കി കാര്യങ്ങൾ കൂടി തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്കുള്ള വെജിറ്റബിൾ തയ്യാറാക്കുന്നതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബീൻസാണ്. ഇതൊന്ന് വാടിയ ശേഷം വേണം ബാക്കിയുള്ള പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുക്കാൻ. കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. നീളത്തിലരിഞ്ഞ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചേർത്ത് കൊടുക്കുന്ന പച്ചക്കറികളെല്ലാം തന്നെ ഒന്ന് ഹാഫ് കുക്കായി കിട്ടിയാൽ മതിയാകും. ഈ ക്യാരറ്റ് ചേർത്ത് ഒന്ന് വാടിയ ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ക്യാബേജാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ക്യാപ്സിക്കമാണ്. ഇതൊന്നും ഒരുപാട് അങ്ങ് വഴണ്ട് കിട്ടേണ്ട ആവശ്യമില്ല. ചെറിയ ഒരു റോ ടേസ്റ്റിൽ തന്നെ ഇത് ഹാഫ് കുക്ക് ചെയ്തെടുക്കുന്നതാവും നല്ലത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. എൻ്റെ അടുത്ത് സ്പ്രിംഗ് ഓണിയൻ ഇല്ല, അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. റോ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതും ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ഹാഫ് കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള സവാള കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി അരിഞ്ഞ് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സവാളയും വേണമെങ്കിൽ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ചേർത്ത് അതുപോലെ ഒന്ന് വഴറ്റിയെടുത്താലും മതിയാകും. പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചേർക്കുന്നതാണ് കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത്. ഇതുപോലെ സവാളയൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ശേഷം ഇനി ഇതിലേക്ക് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് കുറച്ച് നട്ട്സാണ്. കുറച്ച് കാഷ്യൂനട്ട് കൂടെ ഇതൊന്ന് നെയ്യിൽ വറുത്ത് ചേർക്കുന്നത്. നട്ട്സും കൂടെ ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ശേഷം പിന്നീട് വീണ്ടും ഒരു ഹാഫ് ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് ചേർത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നെയ്യിലൊന്ന് മൂത്ത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതൊന്ന് മൂത്ത ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഒന്ന് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് കുറച്ച് ചേർത്ത ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നട്ട്സും, ഇടയ്ക്ക് കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് പൈനാപ്പിൾ കൂടെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചേർത്ത ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം ചേർത്ത് ഈ റൈസ് ഒന്ന് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നട്ട്സ് കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഈ ഒരു ഫ്രൈഡ് റൈസ് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കാരണം അതിൽ കുറച്ചധികം നെയ്യും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡൈജഷനൊക്കെ ഫാസ്റ്റായിട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് കുറച്ച് പൈനാപ്പിളൊക്കെ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും ഹെവിയായി തയ്യാറാക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ നെയ്യുടെ സ്ഥാനത്ത് ഓയിൽ ഉപയോഗിച്ചാലും മതിയാകും. പക്ഷേ ഇത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ഈ വെജിറ്റബിളൊക്കെ തന്നെ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് അധികം ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റൈസിന് പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമുക്ക് കറികളൊന്നും ആവശ്യമില്ലത് കഴിക്കുന്നതിന്. വല്ലപ്പോഴും ഒക്കെ തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഐറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയൊക്കെ വേണമെങ്കിലും കൂട്ടി കഴിക്കണം. അങ്ങനെയായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് സമയം ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്.
അതിനുശേഷം ഇത് കഴിക്കാനായി പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു സിമ്പിൾ ഈസി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്